കഴിച്ചു. നല്ലാണോ? സൂപ്പർ. ഹലോ കൂട്ടുകാരെ, ഞാൻ ഈ ധൃതി പിടിച്ച് ഓടുന്നത് എങ്ങോട്ടാണെന്ന് അറിയണ്ടേ? ഒരു ഹോം ഫുഡ് സംരംഭം നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ടാണ്. അപ്പൊ നമുക്ക് പോയി വരാം. കുറച്ച് ദിവസങ്ങളായി ശക്തമായ മഴയും ചില സ്ഥലങ്ങളിൽ വെള്ളപ്പൊക്കവും കാരണം ആളുകൾ പലവിധ ബുദ്ധിമുട്ടുകളാണ് നേരിടുന്നത്. അങ്ങനെ ഒരു സാഹചര്യത്തിലും മുടങ്ങാതെ മുന്നോട്ട് പോകുന്ന ഒരു ചെറിയ ഹോം ഫുഡ് സംരംഭത്തിന് നമ്മളാൽ കഴിയുന്ന ഒരു ചെറിയ പിന്തുണ നൽകാമെന്ന് കരുതിയാണ് ഇന്നിവിടെ എത്തിയത്. ഇതാണ് ഈ ഹോം ഫുഡ്സ് പ്രവർത്തിക്കുന്ന വീട്. ഇവരുടെ ഈ സംരംഭത്തിന്റെ പേര് സ്നേഹപ്പൊതി എന്നാണ്. ഇനി നമുക്ക് ഈ സ്നേഹപ്പൊതി ചോറും മറ്റു വിഭവങ്ങളും കാണാം. ചോറും കറികളുമെല്ലാം നല്ല വൃത്തിയോടെയും രുചിയോടെയും തയ്യാറാക്കി ഇങ്ങനെ പൊതിഞ്ഞാണ് നൽകുന്നത്. ഒരു ഇലപ്പൊതിയുടെ വില വെറും 100 രൂപ മാത്രമാണ്. ഇതുകൂടാതെ ഇലപ്പൊതി ബിരിയാണിയും ഇവിടെ ലഭ്യമാണ്. അപ്പം, ഇഡ്ഡലി, ഇടിയപ്പം തുടങ്ങി പലതര വിഭവങ്ങളും ഓർഡർ ചെയ്യാം. ഇനി ഈ ഭക്ഷണത്തിന്റെ രുചിയും ക്വാളിറ്റിയും ഒന്ന് നോക്കിയാലോ? പൊതിച്ചോറ് കഴിച്ചു നോക്കാം നമുക്ക് എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ ഇതിനകത്തൊരു മോരുകറി ഉണ്ട്, സാമ്പാറുണ്ട്. അപ്പോൾ നമുക്കിനി പൊതി കഴിക്കാം. വാഴയിലയിൽ പൊതിഞ്ഞ പൊതിയാണ്. പൊതി അഴിക്കാൻ ഇത്തിരി ഒരു തിടുക്കമുണ്ട് കേട്ടോ. എന്തായാലും നമുക്ക് പൊതി അഴിക്കാം. ഈ പൊതി ഇങ്ങനെ അഴിക്കുമ്പോൾ തന്നെ ഒരു സന്തോഷമുണ്ട് കേട്ടോ. ഈ പൊതി ഇങ്ങനെ അഴിക്കുമ്പോൾ ആ വാഴയിലയിൽ പൊതിഞ്ഞ ആ മണം ഉണ്ടല്ലോ, ആ മണവും ഇതേ രുചി ഇപ്പൊ തന്നെ വായിൽ വെള്ളം വരുന്നുണ്ട്. ഇത് മത്തങ്ങയും വൻപയറും കൂടിയുള്ള എരിശ്ശേരിയാണ്. പിന്നെ എരിശ്ശേരി ഉണ്ട്, പിന്നെ ഇതേ പയർ തോരനുണ്ട്, മുട്ട ഓംപ്ലേറ്റ് ഉണ്ട്, പിന്നെ ഇതേ ചമ്മന്തി, പിന്നെ അച്ചാറ്, സ്പെഷ്യലായിട്ട് ഇതേ ചിക്കൻ വറുത്തതാണ്. ആഹാ കൊള്ളാം അല്ലേ. പിന്നെ ചിക്കൻ വറുത്തത് ഒരെണ്ണം ഇവിടെ ഉണ്ട് കേട്ടോ, 2 പീസ് ഉണ്ട് മൊത്തം. അപ്പൊ നമുക്ക് ഇതൊന്ന് കഴിച്ചു നോക്കാം. ഇനി നമുക്ക് സാമ്പാർ അങ്ങ് ഒഴിക്കാം. പിന്നെ ഇതേ നമ്മുടെ മോരുകറിയും കൂടി ഒഴിക്കാം. മോരുകറി ഒഴിച്ചു. ഇനി ഈ സാമ്പാറും ഈ മോരുകറിയൊക്കെ ഒന്ന് കൂട്ടിക്കുഴച്ച് അല്പം എരിശ്ശേരി, തോരൻ, പിന്നെ നമ്മുടെ ചമ്മന്തി എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കേട്ടോ ചമ്മന്തി. പിന്നെ നമ്മുടെ ചിക്കൻ വറുത്തത് ഇന്ന് അല്പം എടുക്കാം, അതും എടുത്തു. പിന്നെ നമ്മുടെ മുട്ട വറുത്തതിൽ നിന്നും എടുത്തു. അച്ചാറും കൂട്ടി. സൂപ്പർ. സാമ്പാറിന്റെ രുചിയും കൂടി വന്നപ്പം അടിപൊളിയായിട്ടുണ്ട്. സ്നേഹപ്പൊതി വീട്ടിലെ കുഞ്ഞാവയാണ്. കുഞ്ഞാടെ പേരെന്താ? ക്ഷേത്ര എന്നാണ് കുഞ്ഞാവിടെ പേര്. നല്ലൊരു പേരല്ലേ? കുഞ്ഞാക്ക് ഇത്തിരി ചോറ് തരട്ടെ?